യേശുവിൻ്റെ യാഗത്തിൻ്റെ ശക്തി. നമുക്ക് സ്വന്തമായി ദൈവത്തോട് അടുക്കാൻ കഴിയില്ല. നമ്മുടെ പാപങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് വേർതിരിക്കുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധി പൂർണ്ണമാണ്. എന്നാൽ യേശു നമുക്കായി ഒരു വഴിയൊരുക്കി. തൻ്റെ ശരീരം കീറാനും തൻ്റെ ശരീരം തകർക്കാനും യേശു അവരെ അനുവദിച്ചു. അങ്ങനെ നമുക്ക് ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ വരാൻ കഴിയും. ദേവാലയത്തിലെ തിരശ്ശീല കീറി ദൈവസന്നിധിയിലേക്കുള്ള വഴി തുറന്നു. ഇത് അത്ഭുതകരമാണ്. യേശുവിൻ്റെ മരണം നിമിത്തവും എപ്പോൾ വേണമെങ്കിലും ദൈവത്തോടടുക്കാൻ നമ്മെ ക്ഷണിച്ചിരിക്കുന്നു. ഒരു തടസ്സവുമില്ല, പരിധിയില്ല. യേശുവിനെ വിളിക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാനുള്ള നിങ്ങളുടെ മനസ്സില്ലായ്മയല്ലാതെ മറ്റൊന്നിനും നിങ്ങളെ അകറ്റി നിർത്താൻ കഴിയില്ല. നാം തിരുമേശയുടെ കൂട്ടായ്മ സ്വീകരിക്കുമ്പോൾ അത് വെറും ഒരു കഷണം അപ്പമോ അല്പം ജ്യൂസോ അല്ല. അത് യേശുവിൻ്റെ ശരീരത്തെയും രക്തത്തെയും പ്രതിനിധീകരിക്കുന്നു. നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടതും നമ്മുടെ പാപങ്ങൾ തുടച്ചു നീക്കപ്പെടുന്നതുമായതിനാൽ നാം അത് ബഹുമാനത്തോടെയും വിവേകത്തോടെയും സ്വീകരിക്കണം. എൻ്റെ ഉപദേശം ഇതാണ്: ദൈവത്തോട് അടുപ്പിക്കാൻ യേശു നൽകിയ വലിയ വില ഓർക്കുക. ഈ ദാനത്തെ നിസ്സാരമായി കാണരുത്. എല്ലാ ദിവസവും കർത്താവിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ശുദ്ധമായ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് വരിക. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.